അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാത്തു വസ്സലാമു അലാ റസൂലിഹിൽ അമീൻ വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. വേദിയിലെ ബഹുമാന്യ വ്യക്തിത്വങ്ങളെ, പണ്ഡിതന്മാരെ, നേതാക്കളെ, സദസ്സിലും സാമൂഹ്യ മാധ്യമങ്ങളിലും ജാമിയ അൽ ഹിന്ദിൻ്റെ മഹത്തായ സമ്മേളനത്തിൻ്റെ 2ാം ദിവസത്തെ ഈ സെഷൻ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്ന പ്രിയപ്പെട്ടവരെ, മഹാനായ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വഫാത്തിൻ്റെ തുടർച്ചയായി ആ മണിക്കൂറുകളിൽ, ആ ദിവസങ്ങളിൽ ഇസ്ലാമിക ചരിത്രത്തിൽ വളരെ സംഭവബഹുലമായ കുറേ കാര്യങ്ങൾ സംഭവിച്ചിട്ടുണ്ട്. നമുക്കറിയാം, പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വഫാത്തിന് മുമ്പ് പ്രവാചകൻ പറഞ്ഞയച്ചിരുന്ന ഒരു ആഭ്യന്തര പ്രശ്നങ്ങളിൽ ഇടപെടാൻ നിയോഗിച്ചിരുന്ന ഒരു സൈന്യം, ആ സൈന്യം പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ വഫാത്തിൻ്റെ വാർത്തയറിഞ്ഞ് തിരിച്ചെത്തിയപ്പോൾ അവരെ വീണ്ടും ഇതേ ദൗത്യത്തിന് നിയോഗിക്കേണ്ടതുണ്ടോ എന്ന കാര്യം ഖിലാഫത്ത് ഏറ്റെടുത്ത അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു സ്വഹാബത്തിനോട് ചർച്ച ചെയ്യുന്ന ഒരു വേദിയുണ്ട്. മൂകമായ, നിശബ്ദമായ, കണ്ണീരൊഴുകുന്ന മദീനയുടെ ചരിത്രത്തിലെ ഏറ്റവും വേദനാജനകമായ മണിക്കൂറുകളിൽ അവരിൽപ്പെട്ട പലരും പല കാരണങ്ങളും പറഞ്ഞു. ഇപ്പോൾ യുദ്ധത്തിന് പ്രാപ്തമായ മനസ്സല്ല അവരുടേത്. മാത്രമല്ല, ഒരു ഭാഗത്ത് സക്കാത്ത് നിഷേധികളും വേറെ ഒരു ഭാഗത്ത് പ്രവാചകത്വവാദവുമായി സമൂഹത്തിൽ പ്രത്യക്ഷപ്പെട്ടവരും ഒക്കെ അടങ്ങുന്ന ഒരു വിഭാഗം, അവർക്ക് ഇന്ധനം പകരുന്ന മുനാഫിക്കുകളുടെ പദ്ധതി, അതിനെ ശക്തിപ്പെടുത്തുന്ന ജൂതൻ്റെ ശ്രമങ്ങൾ, ഇതിൻ്റെ എല്ലാം ഇടയിൽ അതും വളരെ ചെറുപ്പക്കാരനായ, വളരെ കുട്ടിത്തം നിറഞ്ഞു നിൽക്കുന്ന ഒരാളുടെ നേതൃത്വത്തിൽ നമ്മൾ ഇങ്ങനെ ഒരു യുദ്ധത്തിന് പോകുന്നത് ശരിയല്ല എന്ന് പറഞ്ഞപ്പോൾ മഹാനായ സിദ്ദീഖ് റളിയല്ലാഹുവിന് കൊടുത്ത ഉത്തരം, യുദ്ധം എന്ന് പറയുന്നത്, അല്ലെങ്കിൽ യുദ്ധത്തിലെ നേതൃത്വം എന്നൊക്കെ പറയുന്നത് അവിടുത്തെ അവർക്ക് വേണമെങ്കിൽ മാറ്റങ്ങൾ വരുത്താവുന്ന ഒരു കാര്യമാണ്. ഒരു നസ്സായി ശറആയി വന്ന, ഒരിക്കലും മാറ്റാൻ പറ്റാത്തൊരു വിഷയമൊന്നുമല്ല. പക്ഷേ അതിൻ്റെ ഉത്തരത്തിൽ ഈ ഹദീസ് കോൺഫറൻസിന് സാക്ഷിയാകുന്ന, ഇനിയുള്ള വിഷയങ്ങളെ ശ്രദ്ധാപൂർവം കേൾക്കേണ്ടുന്ന നമുക്ക് വലിയ പാഠമുണ്ട്. സിദ്ദീഖ് റളിയല്ലാഹു അൻഹു അതിന് കൊടുത്ത ഉത്തരം, ലൗ ജറത്തിൽ കിലാബ് ബി അർജുലി അസ്വാജിൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മാ റദത്തു ജയ്ശൻ വജ്ജഹഹു റസൂലുള്ളാഹ് വമാ ഹലൽതു ലിവാഅൻ അഖദഹു സല്ലല്ലാഹു അലൈഹി വസല്ലം. നിങ്ങൾ എന്നോട് പറയുന്നത് ഇവിടുത്തെ മുനാഫിക്കുകളെക്കുറിച്ചും ജൂതനെക്കുറിച്ചുമാണ്. നിങ്ങൾ എന്നോട് ഭയത്തോടുകൂടെ സംസാരിക്കുന്നത് ഇവിടുത്തെ സക്കാത്ത് നിഷേധികളുടെയും പ്രവാചകത്വവാദികളുടെയും കാര്യങ്ങളെ സംബന്ധിച്ചാണ്. നിങ്ങൾ എന്നോട് പറയുന്നത് ആത്മവിശ്വാസത്തിൻ്റെ കണികകളിൽ ആശങ്ക അനുഭവിക്കുന്ന, ആത്മവിശ്വാസത്തിൻ്റെ കാര്യത്തിൽ ആശങ്ക അനുഭവിക്കുന്ന സൈന്യങ്ങളെക്കുറിച്ചാണ്. പക്ഷേ ഞാൻ അതിലും ഭീകരമായ ഒന്ന് നിങ്ങളോട് പറയാം. ലൗ ജറത്തിൽ കിലാബ് ബി അർജുലി അസ്വാജിൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. പ്രവാചകനു ശേഷം അവരുടെ കുടിലുകളിൽ നഷ്ടപ്പെട്ട പ്രവാചകനെക്കുറിച്ചുള്ള വേദനയിൽ കഴിയുന്ന അദ്ദേഹത്തിൻ്റെ ഭാര്യമാരുടെ കുടുംബ വീടുകളിലേക്ക് മദീനയിലെ പട്ടിക്കൂട്ടങ്ങൾ ഇരച്ച് കയറുകയും എന്നിട്ട് അവരുടെ കൈകാലുകൾ കടിച്ചെടുത്ത് ഈ മദീനയിലൂടെ അവർ നടക്കുകയും ചെയ്താൽ പോലും പ്രവാചകൻ നിയോഗിച്ചൊരു സൈന്യത്തെ പിൻവലിക്കാനോ പ്രവാചകൻ കെട്ടിയ ഒരു പതാക അഴിക്കാനോ ഞാൻ തയ്യാറല്ല എന്ന അദ്ദേഹത്തിൻ്റെ പ്രഖ്യാപനത്തിൽ എല്ലാമുണ്ട്. ഹദീസ് എന്തുകൊണ്ട് സംരക്ഷിക്കപ്പെടണമെന്നും സൂക്ഷ്മമായി ജീവിതത്തിൻ്റെ ഓരോ മിനിറ്റുകളിലും പ്രവാചകൻ എന്തുകൊണ്ട് മാതൃകയാക്കപ്പെടണമെന്നും എല്ലാം അതിലുണ്ട്. നോക്കൂ നിങ്ങൾ, ഹദീസ് നിഷേധവും ഹദീസിനെതിരെയുള്ള ശക്തമായ സമരങ്ങളും നമുക്ക് മുന്നിൽ ഏറ്റവും വലിയ രീതിയിൽ നടക്കുന്ന ഒരു കാലത്താണ് നമ്മൾ ജീവിക്കുന്നത്. ഒരു വേള ഇസ്ലാമിക ചരിത്രം എടുത്ത് പരിശോധിക്കുമ്പോൾ ഇസ്ലാമിനെതിരെയുള്ള ആശയ പോരാട്ടങ്ങൾ, അതിന് പുതിയ നിറവും പുതിയ മാനവും നൽകപ്പെട്ട കാലത്താണ്. ലോകത്ത് വ്യത്യസ്തങ്ങളായ ഭാഷകളിലേക്ക് ഇസ്ലാമിക സാഹിത്യങ്ങൾ ട്രാൻസ്ലേറ്റ് ചെയ്യപ്പെടുകയോ അല്ലെങ്കിൽ
ഏത് ലാംഗ്വേജിലുള്ളതും ആർക്കും മറ്റൊരു ലാംഗ്വേജിൽ വായിക്കാൻ കഴിയുകയോ ചെയ്യുന്ന കാലത്ത് ഇസ്ലാമിനെക്കുറിച്ച് തെറ്റായ കാര്യങ്ങളും ഇസ്ലാമിനെ വിമർശന വിധേയമാക്കാവുന്ന കാര്യങ്ങളും അന്വേഷിച്ച് നടക്കുന്നവർ ഓരോന്നിങ്ങനെ പൊറുക്കിയെടുത്തു കൊണ്ടുവരുന്നവർക്ക് സഹായകമാകുന്ന വിധത്തിൽ ചരിത്രത്തിൽ ഹദീസിനും ഇസ്ലാമിനും എതിരെയുള്ള പരാമർശങ്ങൾ കൃത്യമായി വന്നിട്ടുണ്ട്. അതുപോലും പ്രവാചകത്വത്തിൻ്റെയും ഹദീസ് സ്വീകരിക്കണമെന്നതിൻ്റെയും ന്യായമായി തെളിവായി വിശ്വാസിക്ക് ബോധ്യപ്പെടും വിധമാണ് യഥാർത്ഥത്തിൽ കാര്യങ്ങൾ സംഭവിക്കുന്നത്. ഹദീസിനെതിരിൽ വിമർശനം വരുന്നു, ഹദീസ് വേണ്ടെന്ന് പറയുന്നു, ഹദീസിലെ വാചകങ്ങൾ അത് പല നിലയ്ക്ക് വ്യാഖ്യാനിക്കപ്പെടുന്നു. ഈ രംഗങ്ങളെക്കുറിച്ച് പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തന്നെ കൃത്യമായി നമ്മളെ ബോധ്യപ്പെടുത്തിയിട്ടുണ്ട്. ഇനി നിങ്ങൾക്കൊരു കാലഘട്ടം വരാനുണ്ട്. ആ കാലഘട്ടത്തിൽ ഖുർആൻ മാത്രം മതി എന്ന് പറയുന്ന നിങ്ങൾക്ക് അലൈക്കും ബിഹാദൽ ഖുർആൻ, ഈ ഖുർആനിൽ നിങ്ങൾക്ക് വേണ്ടതൊക്കെ ഉണ്ടല്ലോ, ഫമാ വജത്തും ഫീഹി മിൻ ഹലാലിൻ ഫഅഹില്ലു, നിങ്ങൾക്ക് ഖുർആനിൽ നിന്ന് കിട്ടുന്ന ഹലാല് മതി, അത് നിങ്ങൾ എടുത്തോളൂ എന്ന് പറയുന്നൊരു നേരവും കാലവും വരാനുണ്ടെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തന്നെ നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട്. അവിടേക്ക് നമ്മൾ എടുക്കേണ്ട ഒരു മൗഖിഫ്, നമ്മൾ എടുക്കേണ്ട ഒരു സ്റ്റാൻഡും പ്രവാചകൻ പറഞ്ഞു, ഇന്നമാ ഹറമ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കമാ ഹറമ അല്ലാഹ്, അള്ളാഹു നിഷിദ്ധമാക്കിയതുപോലെ തന്നെ പ്രവാചകൻ നിഷിദ്ധമാക്കിയതും കാണണം, അള്ളാഹു പറഞ്ഞതുപോലെ തന്നെ പ്രവാചകൻ പറഞ്ഞതും കാണണം. അതിൻ്റെ വിശദാംശങ്ങളിൽ ഒക്കെ വ്യത്യാസങ്ങളുണ്ടെങ്കിലും പുണ്യത്തിൻ്റെ കാര്യത്തിലും പഠനത്തിൻ്റെ കാര്യത്തിലൊക്കെ വ്യത്യാസങ്ങളുണ്ടെങ്കിലും ഹുക്കുമിൻ്റെ കാര്യത്തിൽ അങ്ങനെ തന്നെ വേണം എന്ന സമീപനത്തെ നമുക്ക് തിരിച്ചറിയാൻ പറ്റണം. പലപ്പോഴും ഹദീസിനെയും അതിൻ്റെ വിശദാംശങ്ങളെയും പഠിക്കാത്തവർക്ക് വലിയ രീതിയിൽ ഉപകാരപ്പെടുന്ന സംസാരങ്ങളാണ് തുടർന്ന് വരാനിരിക്കുന്നത്. എന്തുകൊണ്ട്? പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളിൽ നിന്ന് ഉദ്ധരിക്കപ്പെടുന്ന ഒരു വചനം പോലും ദുർബലമായത് സ്വീകരിക്കേണ്ടതില്ലാത്ത വിധം അത് സംരക്ഷിക്കപ്പെട്ടിരിക്കുന്നു എന്നത് ഈ കോൺഫറൻസ് കഴിയുമ്പോൾ നമുക്ക് ബോധ്യപ്പെടും. മാത്രമല്ല, വിമർശനങ്ങളുടെയും ഹദീസ് നിഷേധത്തിൻ്റെയും ഒക്കെ ചരിത്രം നമ്മുടെ കൺമുന്നിൽ പ്രത്യക്ഷപ്പെട്ട ഒരു പുതിയ കാര്യമല്ലെന്നും അത് ചരിത്രത്തിലെ ആവർത്തനങ്ങളാണെന്നും അതിന് കൃത്യമായ ഉത്തരങ്ങൾ നൽകപ്പെട്ടിട്ടുണ്ടെന്നും അത് പുതിയ കുപ്പിയിൽ പുതിയ ഭാവത്തിൽ പുതിയ നിറത്തിൽ അവതരിപ്പിക്കപ്പെടുന്നതാണെന്നും ഈ സെഷൻ നമ്മൾ ബോധ്യപ്പെടുത്തും. അതുകൊണ്ട് തന്നെ ഒരിക്കലും നമ്മുടെ ഒരു അവസ്ഥ എന്ന് പറയുന്നത്, പലപ്പോഴും ഇപ്പം നമ്മൾ സാധാരണഗതിയിൽ നമ്മുടെ നാട്ടിൽ കേരളത്തിൻ്റെ പശ്ചാത്തലത്തിലെടുത്താൽ ഖുർആൻ മാത്രം മതി എന്ന വാദഗതിയുമായി വന്ന നേരത്തെ നവോത്ഥാന സംരംഭങ്ങളുടെ വഴിയിൽ സഞ്ചരിച്ചിരുന്ന വൈജ്ഞാനിക സേവനങ്ങൾ നിർവഹിച്ചിരുന്നൊരു വ്യക്തി, അദ്ദേഹം ഒക്കെ കളിയാക്കിയ ഹദീസാണ് ഈച്ചയുമായി ബന്ധപ്പെട്ട ഹദീസ്. ഈച്ചയുമായി ബന്ധപ്പെട്ട് ഈച്ച വെള്ളത്തിൽ വീണാൽ അതിൻ്റെ ഒരു ചിറക് വീണെടുത്ത് അടുത്ത ചിറക് കൂടി മുക്കണം എന്ന ഹദീസിനെ ഈച്ച ജ്യൂസായി അടക്കം വിലയിരുത്തപ്പെട്ടിട്ടുണ്ട്. ആധുനിക കാലത്തും പുതിയ പഠനങ്ങളുടെ പശ്ചാത്തലത്തിലും ഒന്നിൽ രോഗാണു ഉണ്ടെങ്കിൽ രണ്ടാമത്തെ ചിറകിൽ ശിഫയുണ്ടെന്ന പ്രവാചകന്റെ ഹദീസിനെ സാധൂകരിക്കും വിധം ഇന്ന് സാമൂഹ്യ മാധ്യമങ്ങളിൽ അല്ലെങ്കിൽ ഓൺലൈൻ പ്ലാറ്റ്ഫോമുകളിൽ നമ്മൾ ജസ്റ്റ് സെർച്ച് കൊടുത്താൽ ഹദീസ് ആൻഡ് ഫ്ലൈന്നോ എന്തെങ്കിലും സെർച്ച് കൊടുത്താൽ അതിൻ്റെ ഫോട്ടോ അടക്കം കിട്ടുന്ന സാഹചര്യത്തിലേക്ക് എത്തിയിട്ടുണ്ട്. ഞാൻ ആ വിഷയം പറയാൻ വേണ്ടി പറഞ്ഞല്ല, മറിച്ച് അങ്ങനെ കാണുമ്പോൾ നമുക്ക് ഭയങ്കര ആവേശം. ഇന്ന ആള്, ഇന്ന സയൻറ്റിസ്റ്റ് ഇതിങ്ങനെ പറഞ്ഞിട്ടുണ്ട് എന്ന് പറയുമ്പോൾ അത് ആവേശപൂർവ്വം ആരുടെ മുന്നിലും ഉദ്ധരിക്കാൻ കഴിയുന്നവർക്ക് ശാസ്ത്രത്തിൻ്റെയും സാങ്കേതിക സംവിധാനങ്ങളുടെയും മുന്നിൽ ഇപ്പോഴും ഉത്തരമാകാത്ത കാര്യങ്ങളിൽ അത് പറയുമ്പോൾ അത്തരം കാര്യങ്ങളൊക്കെ ഈ കാലത്ത് വേണോ എന്ന ചിന്ത അത് യഥാർത്ഥത്തിൽ അഷ്ഹദു എന്ന ആ ഷഹാദത്തിലാണ് യഥാർത്ഥത്തിൽ കുഴപ്പമിരിക്കുന്നത് എന്ന കാര്യം നമ്മൾ വിസ്മരിക്കരുത്. നമ്മൾ അഖൂലു എന്നല്ല പറഞ്ഞിട്ടുള്ളത്, അഖൂലു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ്, അഖൂലു അന്ന മുഹമ്മദൻ റസൂലുള്ളാഹ് എന്നല്ല, നമ്മൾ അഷ്ഹദു എന്നാണ്. അഷ്ഹദു എന്നത് ഖൽബ് സാക്ഷാത്കരിക്കുന്ന മനുഷ്യൻ്റെ കണ്ണും കാതും മനസ്സും മസ്തിഷ്കവും രക്തചംക്രമണ പ്രക്രിയയും അടക്കം എല്ലാം സാക്ഷാത്കരിക്കുന്നതാണ്. അതുകൊണ്ട് ഈ സെഷൻ്റെ ഒരു കണ്ടന്റ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അഷ്ഹദൂന്ന് മനസ്സറിഞ്ഞ് പറയാനുള്ള അവസ്ഥ ഉണ്ടാകുക. ശരിക്ക് കേട്ടോളിയും, പ്രത്യേകിച്ച് സാമൂഹ്യ മാധ്യമങ്ങളിൽ ഇത് കേൾക്കുന്നവർ. ഇനി പിന്നീട് യൂട്യൂബിലോ മറ്റൊക്കെ എൻ്റെ സംസാരം മാത്രം കേട്ട ആളുകൾ, അവർ യാദൃശികമായി എൻ്റെ സംസാരം കേട്ടാൽ നിങ്ങൾ അന്വേഷിക്കണം, ഇതൊരു ഹദീസ് കോൺഫറൻസിൽ നടന്ന ടോക്കാണ്. ആ ഹദീസ് കോൺഫറൻസ് പ്ലാൻ ചെയ്തിട്ടുള്ളത് എന്തിനാ? ഏത് മനുഷ്യനും അഷ്ഹദൂന്ന് മനസ്സമാധാനത്തോടെ പറയാൻ, ഉൾക്കൊണ്ട് പറയാൻ, കണ്ണിൽ കണ്ടതുപോലെ പറയാൻ. മദീനയിലെ ഇടതൂർന്ന ഈത്തപ്പന തോട്ടങ്ങൾക്കിടയിൽ തക്ബീറും തഹ്ലീലും തസ്ബീഹും ഒക്കെ ഒരു തേനീച്ച മുഴക്കം പോലെ അതിങ്ങനെ മസ്ജിദുൻ നബവിയിൽ നിന്ന് ഉയർന്ന കാലത്ത് അവിടെ ജീവിച്ച മനുഷ്യരെ പോലെ വിശ്വസിക്കാൻ
അല്ലെ, നിങ്ങൾ അവരെ പോലെ വിശ്വസിക്കുക എന്ന് ഖുർആൻ പറഞ്ഞ ആ വിശ്വാസത്തിലേക്ക് ഉയരാനുള്ള വഴിയാണ് ഈ കോൺഫറൻസ് തെളിയിക്കുന്നത്. നമ്മുടെ ഗസ്റ്റ് തൊട്ട് അവസാനം സംസാരിക്കുന്ന നമ്മുടെ ഉസ്താദുമാർ വരെയുള്ളവർ ഈ രംഗത്ത് ഏറ്റവും പ്രഗത്ഭരായ വ്യക്തിത്വങ്ങളാണ്. പ്രത്യേകിച്ച് ഗസ്റ്റിനെ ഞാൻ മെൻഷൻ ചെയ്യുന്നു. അദ്ദേഹം നിരവധി ഗ്രന്ഥങ്ങളുടെ ഗ്രന്ഥകർത്താവാണ്. അദ്ദേഹത്തിൻ്റെ വൈജ്ഞാനിക സേവനം കൃത്യമായി പറഞ്ഞാൽ അദ്ദേഹം ഇത്തരം വിമർശനങ്ങൾക്ക് ഉത്തരമെഴുതിയ, ശക്തമായ ഉത്തരങ്ങൾ എഴുതിയ വ്യക്തികളാണ്. ബാക്കിയുള്ളവരെ ഞാൻ പരിചയപ്പെടുത്തേണ്ടതില്ലല്ലോ. നിങ്ങൾക്കറിയാമല്ലോ സുഹൃത്തുക്കളെ, ഇത്തരം സദസ്സുകളിൽ നിന്ന് നമുക്ക് ലഭിക്കുന്ന പാഠങ്ങൾ ശരിയാവിധം ഉൾക്കൊള്ളാനും വിശ്വാസികളായി മരിക്കാനുമുള്ള തൗഫീഖ് അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് പ്രദാനം ചെയ്യുമാറാകട്ടെ. നമ്മൾ എത്തിപ്പെടുന്ന കാലം തികച്ചും വ്യത്യസ്തമായ പരീക്ഷണങ്ങളുടെ കാലമാണ്. എല്ലാം ഇങ്ങനെ ജസ്റ്റ് വിരൽത്തുമ്പുകളിൽ സെർച്ച് ചെയ്തെടുക്കുന്ന കാലത്താണ് നമ്മൾ ജീവിക്കുന്നത്. നിങ്ങൾ വെറുതെ ഒന്ന് ആലോചിച്ച് നോക്ക്. ഇപ്പോൾ ഒരാൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ കള്ളനാണെന്നൊന്നും വിശ്വസിക്കണ്ട, അല്ലേ? മറിച്ചിപ്പോൾ ഒരു ഹദീസിൽ ഒരാൾക്കൊരു ചെറിയ ആശങ്ക തോന്നിയാൽ മതി. ഇപ്പോൾ യുക്തിവാദികൾ വളരെ വ്യാപകമായി ഉപയോഗിച്ചൊരു ഹദീസാണ്, പ്രവാചകൻ ഒരു തോട്ടത്തിൽ നിന്ന് ഒരു പെണ്ണിനെ പിടിച്ച് ബലാത്സംഗം ചെയ്യാൻ ശ്രമിച്ചു എന്നൊക്കെയാണ്. നഅൂദുബില്ലാ, അവരുടെ പ്രയോഗം അങ്ങനെയാണ്. ആ ഹദീസ് തിരൂരിൽ നടന്ന നമ്മുടെ ഡയലോഗിൽ മലയാളികൾക്ക് വേണ്ടി നമ്മൾ പൊളിച്ചെഴുതിയിട്ടുണ്ട്. അതിലെ വിശദാംശം നമ്മളിങ്ങനെ സ്ക്രോൾ ചെയ്ത് പോകുമ്പോൾ അങ്ങനെയൊക്കെ നബി ചെയ്തോ എന്നുള്ളൊരു തോന്നൽ ഒരു വ്യക്തിക്ക് വന്നാൽ അയാളുടെ വിശ്വാസം നഷ്ടപ്പെട്ടു. പ്രവാചകനെ കുറിച്ച് സംശയിക്കാൻ പാടില്ലാത്തൊരു കാര്യം സംശയിച്ചാൽ പോലും നഷ്ടപ്പെട്ടു. പ്രവാചകൻ അദ്ദേഹത്തിൻ്റെ രാത്രി നമസ്കാരം കഴിഞ്ഞ് ഭാര്യയുമായി ഇരുട്ടിൽ നിന്ന് സംസാരിക്കുമ്പോൾ അതിലെ കടന്നുപോയ മനുഷ്യരെ വിളിച്ചു വരുത്തി ഇതെൻ്റെ ഭാര്യയാണ് എന്ന് ബോധ്യപ്പെടുത്തിയതിൻ്റെ ഫവായിദ് സംസാരിക്കുന്നിടത്ത് പണ്ഡിതന്മാർ പറഞ്ഞിട്ടുണ്ട്, പ്രവാചകനെ കുറിച്ച് അത്തരം ഒരു സംശയം ഒരു വ്യക്തിക്ക് ഉണ്ടായിക്കൂടാ എന്ന തലം കൂടി അതിനുണ്ട്. അങ്ങനെ സംശയിക്കുക വഴി അയാൾ പ്രവാചകന്റെ ഹദീസിൽ സംശയിച്ചാൽ, പ്രവാചകന്റെ വ്യക്തിത്വത്തിൽ സംശയിച്ചാൽ, പ്രവാചകന്റെ പ്രവർത്തനത്തിൽ സംശയിച്ചാൽ, അത് ദൂരീകരിക്കപ്പെടാതെ സംശയത്തിന്റെ വിശ്വാസമായി നിലനിന്നാൽ അതയാളുടെ ലാ ഇലാഹ ഇല്ലല്ലാഹുവിനെ നേരത്തെ പറഞ്ഞ അശ്ഹദുവിനെയാണ് ബാധിക്കുന്നത്. ഞാൻ സാക്ഷ്യം വഹിച്ചിരിക്കുന്നു എന്ന ഷഹാദത്തിനെയാണ് ബാധിച്ചിരിക്കുന്നത്. അതുകൊണ്ട് ഹദീസ് ഞാൻ വിശ്വസിക്കണില്ല എന്ന് പറയലോ, പല്ലിൻ്റെ ഹദീസിനെ കളിയാക്കലോ ഒന്നും മാത്രമല്ല, ഇങ്ങനത്തെ ചില ചിന്തകൾ മിന്നിമറയുന്ന മനസ്സ് കുഫറിലേക്ക് നമ്മളെ എത്തിക്കുമെന്ന ബോധ്യത്തോടു കൂടെയാണ് ഈ സെഷന് സാക്ഷിയാകേണ്ടത്. അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.